പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 1 പത്രോസ് 2 അധ്യായം 4 വാക്യം. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഹല്ലേലൂയ. മനുഷ്യർ തള്ളിയതിനെ ഹല്ലേലൂയ ഉപയോഗിക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലവും പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നതും അതുതന്നെയാണ്. ഒരുപക്ഷെ ലോകം തള്ളിക്കളഞ്ഞു കാണും, ലോകക്കാർ പേര് വെട്ടിക്കാണും, എന്നാൽ നമ്മെ തള്ളിക്കളയാത്ത ഒരു ദൈവമുണ്ട്. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും ഉപേക്ഷിക്കത്തില്ലെന്ന് അരുളി ചെയ്ത ദൈവം ഈ പ്രഭാതത്തിലും നമ്മോട് പറയുന്നത്, അവൻ നമ്മെ തള്ളിക്കളയത്തില്ല, അവൻ നമ്മെ ഉപേക്ഷിക്കത്തില്ല. ഹല്ലേലൂയ. ഈ പുതിയ മാസം, ഈ പുതിയ ദിവസം പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന ഏറ്റവും വലിയ ദൈവത്തിൻ്റെ വചനം അതുതന്നെയാണ്. മനുഷ്യർ തള്ളിയതിനെ ശ്രേഷ്ഠമാക്കി മാറ്റുന്ന, മാന്യതയുള്ളതാക്കി മാറ്റുന്ന, ഹല്ലേലൂയ, കർത്താവിന് കൊള്ളാവുന്നതായി പണിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഇശായിയുടെ മക്കളിൽ 8 പേരുണ്ടായിരുന്നു. 7 പേരെ ഹല്ലേലൂയ യാഗസദ്യയിൽ വരിവരിയായി നിരത്തി അവരുടെ പേരും പെരുമയും ഒരുപക്ഷെ ആ പിതാവ് പറഞ്ഞു കാണും. എന്നാൽ 8ാമത്തവനെ ഹല്ലേലൂയ ആ പിതാവ് മറന്നു കളഞ്ഞു. ഹല്ലേലൂയ. 7 പേർക്കും പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. 7 പേരുടെയും പേര്, അവരുടെ പദവികൾ എല്ലാം ശമൂവേലിൻ്റെ മുമ്പാകെ വിവരിക്കുമ്പോൾ 8ാമത്തവൻ കാട്ടിൽ തള്ളപ്പെട്ടവനായി ആടുകളെ തീറ്റി നടക്കുന്നു. അതുകൊണ്ടാണ് 27 സങ്കീർത്തനത്തിൽ ദാവീദ് വിളിച്ചു പറഞ്ഞത്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും എൻ്റെ കർത്താവ് എന്നെ തള്ളിക്കളയത്തില്ല, എൻ്റെ കർത്താവ് എന്നെ ഉപേക്ഷിക്കത്തില്ല. പ്രിയരെ, ഇന്ന് പകൽക്കാലവും ഹല്ലേലൂയ കഴിഞ്ഞ 7 മാസക്കാലം ഒരുപക്ഷെ ലോകം തള്ളിക്കളഞ്ഞു കാണും, ലോകം ഉപേക്ഷിച്ച് കാണും, ലോകം നിങ്ങളെ ഓർത്ത് കാണത്തില്ല. എന്നാൽ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഓർക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്, നമ്മെ മറന്നു കളയാത്ത ഒരു ദൈവമുണ്ട്. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടത്തില്ലെന്ന് അരുളി ചെയ്ത നമ്മുടെ അപ്പ, നമ്മുടെ കർത്താവ് നമ്മെ കരുതുന്ന ദൈവം അത്രേ. ഈ ലോകത്തിൽ നമ്മെ ഓർക്കേണ്ടവർ നമ്മെ മറന്നു കളഞ്ഞാലും, നമ്മെ തള്ളിക്കളഞ്ഞാലും, അല്ലെങ്കിൽ മനുഷ്യർ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത ദൈവം പറയുന്നു, നീ ശ്രേഷ്ഠതയുള്ളവനായിത്തീരും, നീ മാന്യനായിത്തീരും, നീ കർത്താവിൻ്റെ കരത്തിൽ പണിയപ്പെടും. അല്ലെങ്കിൽ കർത്താവിന് കൊള്ളാവുന്ന ആത്മീക ഗ്രഹമായി ജീവനുള്ള കല്ലിനെ പോലെ ദൈവം നിന്നെ പണിയും, ദൈവം നിന്നെ മാനിക്കും. ഈ ദിവസങ്ങളിൽ പ്രിയരെ, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ കാണും. 8ാം നാളിൽ പരിച്ഛേദനയുണ്ട്. ക്രിസ്തീയ ജീവിതം തുടങ്ങിയെന്ന പഴയ നിയമ പ്രമാണമുണ്ടെങ്കിൽ ഇതാ ഒരു പുതിയ തുടക്കത്തിൻ്റെ കാലഘട്ടത്തിലേക്ക്, ഒരു പുതിയ തുടക്കത്തിലേക്ക് തമ്പുരാൻ നമ്മെ വിളിക്കുന്നു. ഇന്ന് രാവിലെ സമയത്തും ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ ഞാൻ ആ ദൂത് കൈമാറുകയാണ്. ഹല്ലേലൂയ. 8ാം നാളിൽ പരിച്ഛേദന ഏറ്റവനെന്ന് തന്നെക്കുറിച്ച് തന്നെ അപ്പസ്തോലനായ പൗലോസ് സാക്ഷ്യം പറയുന്നുണ്ട്. 8ാം നാളിലാണ് ഹല്ലേലൂയ കുറുപ്രാവിനെ കൊണ്ടുവന്ന് ദേവാലയത്തിൽ കൊണ്ടുവന്ന് യാഗം കഴിച്ച് അവർ പരിച്ഛേദന ഏൽക്കുന്നത്. അങ്ങനെയെങ്കിൽ അതൊരു തുടക്കത്തിൻ്റെ സീസണാണ്, ഒരു തുടക്കത്തിൻ്റെ ദിവസമാണ്. ഹല്ലേലൂയ. അതുവരെയും ഹല്ലേലൂയ അഗ്രകർമ്മിയായിരുന്ന ഒരു പൈതൽ ഇതാ ദൈവ പൈതലായി ഉടമ്പടി ചെയ്യുന്ന 8ാമത്തെ ദിവസം. അങ്ങനെയെങ്കിൽ ഇതാ ഈ 8ാം മാസത്തിൻ്റെ 1ാമത്തെ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ അതേ ദൂത് കൈമാറുകയാണ്. ഇതുവരെ മറന്നു കളഞ്ഞ ചിലതിനെ, ഇതുവരെ ഓർമ്മയില്ലാത്ത ചിലതിനെ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി നിങ്ങളെക്കുറിച്ച് ഹല്ലേലൂയ ചില പുതിയ കാര്യങ്ങൾ തുടങ്ങുവാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാ. ഹല്ലേലൂയ. അപ്പോസ്തലനെ പത്രോസ് പറയുന്നത് പോലെ മനുഷ്യർ തള്ളിയതായിരിക്കാം, മനുഷ്യർ തള്ളിയതെങ്കിലും ഹല്ലേലൂയ നമ്മെ ശ്രേഷ്ഠവും മാന്യനുമാക്കി മാറ്റുന്ന, നമ്മെ കൊള്ളാവുന്നവനാക്കി മാറ്റുന്ന, കരങ്ങളിലെടുത്ത് പണിയുന്ന ഒരു അപ്പ നമുക്കുണ്ട്. ഈ പ്രഭാതത്തിൽ അത് മറക്കരുത്. ഈ പ്രഭാതത്തിൽ അത് ഹല്ലേലൂയ ഒരു നാളും മറന്നു കളയരുത്. 7 പുത്രന്മാരുടെ പേരും നാളും പറഞ്ഞ് ഒരു അപ്പൻ ഹല്ലേലൂയ അവരെ ഓർത്തെങ്കിൽ 8ാമത്തവനെ തള്ളിക്കളഞ്ഞ അതേ പിതാവിൻ്റെ മുമ്പാകെ ഹല്ലേലൂയ ദൈവം അവനെ മാനിച്ചു, സഹോദരന്മാരെക്കാട്ടിലും അവനെ ശ്രേഷ്ഠനാക്കി തീർത്തു. ഇന്ന് രാവിലെ സമയത്തും ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കാൻ പറ്റുമോ? ഇന്ന് പകൽക്കാലവും ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. അവൻ
അവൻ നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. കൂട്ടുകാരിൽ പരമായി ആനന്ദത്തിൻ്റെ തൈലം കൊണ്ട് നമ്മുടെ തലയിൽ അഭിഷേകം ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ശമൂവേൽ പ്രവാചകൻ വന്നപ്പോൾ ഇതാ ഹല്ലേലൂയ അദ്ദേഹം ദാവീദിൻ്റെ തലയിൽ അഭിഷേകത്തിൻ്റെ കൊമ്പൊഴിച്ചതുപോലെ ഞാൻ ഇങ്ങനെ പരിശുദ്ധാത്മാവിൽ പറയട്ടെ, കഴിഞ്ഞ നാളുകളിൽ തള്ളപ്പെട്ട പ്രിയ സഹോദര സഹോദരി ഹല്ലേലൂയ ലോകം ഉപേക്ഷിച്ച് കാണും, എന്നാൽ ഉപേക്ഷിക്കാത്ത ഒരു കർത്താവുണ്ട്, ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ട്. അങ്ങനെ ഒരു മെസ്സേജ്, അങ്ങനെ ഒരു ദൂത് ഹല്ലേലൂയ ഇത് നിങ്ങളിൽ ചിലരോട് പറയാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. ഈ മാസക്കാലം ദൈവം നമ്മെ മാനിക്കും, വിളിച്ചു വരുത്തി മാനിക്കും. കാട്ടിൽ കടന്നാലും ദൂരത്തായിരുന്നാലും ആടുകളുടെ ഇടയിലാണെങ്കിലും വിളിച്ചു വരുത്തി മാനിക്കുന്ന, വിളിച്ചു വരുത്തി തലയിൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ഒരു സീസൺ നമ്മുടെ ജീവിതത്തിൽ തുടങ്ങും. ഇത് വിശ്വസിച്ചുകൊണ്ട് ആമീൻ പറയുമോ? നിങ്ങളായിരിക്കുന്ന ഭവനത്തിൽ ഇരുന്നു കൊണ്ട് ഒന്ന് കര ഉയർത്തി നന്ദി പറയുമോ? ദൈവത്തെ ഒന്ന് ആരാധിച്ച് തുടങ്ങുമോ? വിളിച്ചു വരുത്തി മാനിക്കുന്ന, വിളിച്ചു വരുത്തി ഉയർത്തുന്ന, വിളിച്ചു വരുത്തി ഇസ്രായേലിൻ്റെ രാജാവാക്കി മാറ്റുന്ന ഒരു കർത്താവുണ്ട്. അവൻ ഇന്ന് പകൽക്കാലവും ജീവിക്കുന്ന ദൈവം, ഇന്ന് പകൽക്കാലവും മതിയായ ദൈവം. നല്ല പിതാവേ, ഈ രാവിലെ സമയത്ത് ഈ വചനം കേൾക്കുന്ന നിൻ്റെ മക്കളെ ഓരോരുത്തരെയും ഞാൻ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ 7 മാസക്കാലം മറന്നു കിടന്ന ചില വിഷയങ്ങൾ, 7 മാസക്കാലം മനുഷ്യർ തള്ളിക്കളഞ്ഞ ചില വിഷയത്തെ ഹല്ലേലൂയ 8-ാം മാസക്കാലം ഓർത്തെടുത്ത് പൊടി തട്ടിയെടുത്ത് ഇവരെ ദൈവം മാനിക്കണം. ഇവരെത്ര ദൂരത്താണെങ്കിലും എത്ര അകലെയാണെങ്കിലും വിളിച്ചു വരുത്തി മാനിക്കാൻ, ആടുകളുടെ ഇടയിൽ നിന്ന് വിളിച്ചു വരുത്തി ഇസ്രായേലിൻ്റെ രാജാവാക്കി ദാവീദിനെ മാനിച്ചതുപോലെ ചിലരെ മാനിപ്പാൻ എൻ്റെ കർത്താവ് വിശ്വസ്തന. കർത്താവ് അങ്ങനെ ചെയ്യട്ടെ. പരിച്ഛേദനയോട് ഒരു പുതിയ ജീവിതം തുടങ്ങുന്നത് പോലെ ഒരു പുതിയ തുടക്കം കൊടുത്ത് ഇവരെ മാനിക്കണം. നമ്മുടെ കർത്താവ് വിശ്വസ്തൻ, മാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ.